സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC LP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും പുതിയ ചോദ്യങ്ങൾ നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏത്? പ്രസിദ്ധീകരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നാലാഗമങ്ങൾ, അഭിനവ കേരളം, ഇടയ നാടകങ്ങൾ, ആദിഭാഷ എന്നിവയാണ്. ഇതിൽ പ്രസിദ്ധീകരണങ്ങൾ അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. 2, 4 എന്നിവയാണ് പ്രസിദ്ധീകരണങ്ങൾ അല്ലാത്തത്. അഭിനവ കേരളം, ആദിഭാഷ എന്നിവ. അടുത്ത ചോദ്യം, കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആര്? കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ഓപ്ഷൻ സി ആണ് ആർ ഷൺമുഖം ചെട്ടിയാണ്. ആർ ഷൺമുഖം ചെട്ടി. അടുത്ത ചോദ്യം, ഗംഗാ തീരത്തു നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തെംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ ഒരഭിപ്രായ പ്രകടനം നടത്തിയത് ആര്? ഓപ്ഷൻ ഡി ജോൺ സള്ളിവർ ആണ്. ജോൺ സള്ളിവർ. ഖുദേ ഖിദ്മത്ഗാർ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി ഓപ്ഷൻ സി ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖുദേ ഖിദ്മത്ഗാർ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അഞ്ചാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ എന്നിവയാണ് 3 യുദ്ധക്കപ്പലുകൾ 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ എന്നിവ. അടുത്ത ചോദ്യം, യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസൊപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ്? ഇനന്ന. യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസൊപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ഇനന്ന. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന രൂപാർ പഞ്ചായത്ത്, ആലംഗീർപൂർ ഉത്തർപ്രദേശ്, രാഗി ഗാർഹി മധ്യപ്രദേശ്, ധോളവീര ഗുജറാത്ത്. തെറ്റായ ജോഡി എന്ന് പറഞ്ഞിരിക്കുന്നത് രാഗി ഗാർഹി മധ്യപ്രദേശ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. രാഗി ഗാർഹി ഹരിയാനയിലാണ് വരുന്നത്. അടുത്തത്, US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻശു ശുക്ലയാണ്. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. താഴെ പറയുന്നവയിൽ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു ഭോജ്പുരി, മറാത്തി, ആസാമീസ്, ബംഗാളി. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഭോജ്പുരിയാണ്. മറാത്തി, ആസാമീസ്, ബംഗാളി എന്നിവയെല്ലാം പുതിയതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകളാണ്. അല്ലാത്തത് ഭോജ്പുരി. അടുത്തത്, ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം 11 ജനുവരി 1809.
ചുവടെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സൂററ്റ് പിളർപ്പ്, ലക്നൗ കരാർ, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ട പർവ്വതനിരകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയല്ലാത്തത്. ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലിയാണ്. ഓപ്ഷൻ ബി ആരവല്ലി. താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവ മഹാനദി, കൃഷ്ണ. മഹാനദി, കൃഷ്ണ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമൂഹ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല? സമൂഹ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ബോംബെ സർവകലാശാല. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ? 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ രാഷ്ട്രത്തലവൻ പ്രഭാവോ സുബിയാന്തോ ആണ് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2ാമത്തെ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം. ഓപ്ഷൻ എ കുലശേഖരപട്ടണം. താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കണക്കാക്കുന്നത് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നേത്രവിദഗ്ധൻ കണ്ണട വാങ്ങാനായി കൊടുത്ത കുറിപ്പിൽ ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയുണ്ട്. ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ലെൻസിന്റെ ഫോക്കസ് ദൂരം 0.5 സെന്റിമീറ്റർ ആണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഫേസ് കറന്റും ന്യൂട്രൽ കറന്റും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറന്റ് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ ഡി RCCB. വായുവിൽ 50 കിലോവാട്ട് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 30 കിലോഗ്രാം ആണ് എങ്കിൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? വായുവിൽ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 30 കിലോഗ്രാം ആണ് എങ്കിൽ താഴെ കൊടുത്ത പ്രസ്താവനയിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓൺലി 1 and 2. 1ഉം 2ഉം തെറ്റാണ്. അടുത്ത ചോദ്യം, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും 8 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ പെർ സെക്കൻഡുമായി. ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം 200 മീറ്റർ.
ഒരു കാറും അതിന്റെ ഇരട്ടി മാസുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജത്തിൽ നേർദിശയിൽ പോകുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ലോറിക്ക് കാറിനേക്കാൾ മൊമെന്റം കൂടുതലായിരിക്കും. ലോറിക്ക് കാറിനേക്കാൾ മൊമെന്റം കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, നീളത്തിന്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുതു വരുന്ന രീതിയിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പാർസെക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. വലുതിൽ നിന്നും ചെറുതിലേക്ക്. പാർസെക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. 2025 ജനുവരി 29 ISRO NVS-02 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. GSLV F-12 എന്ന റോക്കറ്റ് ആണ് NVS-02 ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത്. ഭൗമ, വ്യോമ, സമുദ്ര നാവിഗേഷൻ, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. GSLV F-15 എന്ന റോക്കറ്റാണ് NVS-02 ഉപഗ്രഹത്തെ വഹിച്ചുകൊണ്ട് പോയത്. അടുത്തത്, ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ എ ആണ് നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് മാസ് സംഖ്യ. കാർബൺ 14 പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയുടെ എണ്ണം യഥാക്രമം ഓപ്ഷൻ എ 6, 8, 6. അലൂമിനിയത്തിന്റെ മുഖ്യ അയിര് ഏത്? ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി വിനാഗിരി. ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്? ജോസഫ് പ്രീസ്ലി. ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയിലും ഡാഷായി നിശ്ചയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് 0 വോൾട്ട്. ഓപ്ഷൻ ബി 0 വോൾട്ട്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള കാർബണിക സംയുക്തത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് C2H4. ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏത്? ഹെൻറി നിയമം. താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത്? രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത് നിറം. ഇവിടെ തന്നിരിക്കുന്നു അഭികാരകങ്ങളുടെ ഗാഢത, താപനില, ഉൽപ്രേരകം, നിറം എന്നിവ സ്വാധീനിക്കാത്തത് നിറം. മനുഷ്യ കർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി ആണ് ടെക്സ്റ്റോറിയൽ സ്തരം. ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറം പാളിയുടെ പേര് പോഷകാരകം. തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെ? ചെമ്മീൻ, തേനീച്ച. കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്തിന്റെ പേര് കർണപാർശ്വഗ്രന്ഥികൾ. ജീനിന്റെ ബഹുമുഖത്വം എന്ന സ്വഭാവത്തിന് ഉദാഹരണം ഫീനൈൽ കീറ്റോൺ യൂറിയ. ചില ലൈംഗിക പകർച്ചവ്യാധികളുടെ പ്രത്യേകത. ഉത്തരം ഓപ്ഷൻ എ ആണ്
ഓപ്ഷൻ എ 2, 3 ശരി, 1, 4 തെറ്റ്. 2, 3 ശരി. പറങ്കിപ്പുണ്ണ് പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുകയില്ല. അടുത്ത ചോദ്യം, WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻ ബി 73%. ആസ്പ്രോസിസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിൽ ഉള്ള ധർമ്മം എന്ത്? ആസ്പ്രോസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിൽ ഉള്ള ധർമ്മം എന്ത്? ഓപ്ഷൻ ബി കരളിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് പ്രോത്സാഹിപ്പിക്കുക. ഇനി വരുന്ന മാത്സ് ചോദ്യങ്ങൾ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഓപ്ഷൻ സി 2. 47ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 81/169. 48ാമത്തെ ചോദ്യം ഇതിൻ്റെ വില കാണുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 9. 49 സമാന്തര ശ്രേണിയുടെ ശരാശരി കാണുവാൻ പറഞ്ഞിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 50ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി 2:1. 2:1. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 4:3 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ വികർണത്തിന്റെ നീളം 25 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എത്ര? ഓപ്ഷൻ സി 70 സെന്റിമീറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 60% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 37.5%. തുടക്കത്തിൽ 70 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ഓരോ 2 മണിക്കൂറിലും വേഗത 10 km/h വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ കാർ 345 km സഞ്ചരിക്കാൻ എടുത്ത സമയം ഓപ്ഷൻ ബി ആണ് 4.5 മണിക്കൂർ. എയുടെയും ബിയുടെയും മുസാഖയും ലസാഖുവും യഥാക്രമം എക്സും വൈയുമാണ്. കൂടാതെ a+b=x+y ആണെങ്കിൽ x²+y². ഓപ്ഷൻ സി a²+b². എമ്മിൻ്റെ വില കാണുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 40. 57ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 15. 58ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി 43.20 രൂപ. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 61 പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന തെറ്റുകൾ വരുത്തുന്നതിന് കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിസ്ഗ്രാഫിയയും ഡിസ്ലെക്സിയയും. തെറ്റിച്ചു വായിക്കുക, വാക്യങ്ങളിൽ അക്ഷരങ്ങൾ മാത്രം വായിക്കുക, കണ്ണാടിയിൽ കാണുന്നത് പോലെ എഴുതുക, എമ്മും ഡബ്ല്യുയും തമ്മിലും ഡബ്ല്യുയും എമ്മും തമ്മിലും എഴുതുമ്പോൾ തിരിഞ്ഞു പോകുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിസ്ഗ്രാഫിയയും ഡിസ്ലെക്സിയയും. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3, 4. കളിപ്പാട്ടങ്ങളും മറ്റു വസ്തുക്കളും നിരനിരയായി വയ്ക്കുക, ആശ്ലേഷണം, ലാളന തുടങ്ങിയ ശാരീരിക സ്പർശങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക, കൈകളും ശരീരഭാഗങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക. ആമോദിന് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട മാപ്പ് തയ്യാറാക്കുന്നതിനും മോഡലുകൾ നിർമ്മിക്കുന്നതിനും അതിസാമർഥ്യമാണ്. ഏതു ബുദ്ധിയിലാണ് അവൻ മികവ് പുലർത്തുന്നത്? ഓപ്ഷൻ സി ആണ്. ദൃശ്യസ്ഥലപരമായ ബുദ്ധി. താഴെ പറയുന്നവയിൽ ഗിൽഫോർഡ് മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ്? ത്രിമുഖ സിദ്ധാന്തം. താഴെ പറയുന്നവയിൽ ശരിയായ പട്ടിക ഏത്? ഉത്തരം വരുന്നത്
ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ശാരീരിക ചാലക വികാസം ഹാർലോക്ക്, വികസന പ്രവൃത്തി ഹാവി ഗസ്റ്റ്, മാനവ വികസന തത്വശാസ്ത്രജ്ഞൻ അർണോൾഡ് ഗാസെൽ, വിഭജിത ബോധന തത്വം ഏണസ്റ്റ് ആർ ഹിൽഗാർഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ടെസ്റ്റുകൾ കണ്ടെത്തുന്നതെന്തിനാണ്? ഓപ്ഷൻ എ ആണ് അഭിക്ഷമതം. അടുത്ത ചോദ്യം, അഭിപ്രേരണയെ നിർണയിക്കുന്നത് പരാജയഭീതി, മത്സരം, അഭിരുചി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി. ഓപ്ഷൻ ബി ആണ്, സുകന്യ സമൃദ്ധി യോജന. താഴെ പറയുന്ന പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? സമാനമായത് സമാനമായവയെ ജനിപ്പിക്കുന്ന എന്ന ആശയം വിചലന നിയമം, പ്രത്യാവർത്തന നിയമം. ഓപ്ഷൻ ഡി ആണ് മെന്റൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രഷ്മറുടെ വ്യക്തിത്വത്തിന്റെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ സഹവർത്തിത പഠനവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം 2, 3, 5. 2, 3, 5. അടുത്ത ചോദ്യം, കുട്ടികൾ പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിന്റെ സവിശേഷതയാണ് സചേതന ചിന്ത? ഓപ്ഷൻ ബി ആണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം 1, 3, 4 എന്നിവ. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ 1, 3, 4. ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39E ആൻഡ് എഫ്. അടുത്തത്, ഗാന്ധിജിയുടെ സത്യസന്ധത അൽപോർട്ടിന്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതകളിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി മുഖ്യ സവിശേഷതകൾ. വികലാംഗ ആക്ട് നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ സി ആണ് കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 3ഉം 4ഉമാണ്. നവോദയ വിദ്യാലയങ്ങൾ, ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നറിയപ്പെടുന്നത് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. 1948 ഏപ്രിൽ 7 നിലവിൽ വന്ന ഏജൻസി. ഓപ്ഷൻ എ ആണ് WHO ആണ്. 1948 ഏപ്രിൽ 7 നിലവിൽ വന്നത് WHO. കേരള പാഠ്യപദ്ധതി സമീപന രേഖയിൽ ഉൾപ്പെടാത്തവ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 2, 4, 6. 2, 4, 6 എന്നിവയാണ് കേരള പാഠ്യപദ്ധതി സമീപന രേഖയിൽ ഉൾപ്പെടാത്തവ. താഴെ പറയുന്നവയിൽ ഒരേ വിചാരധാരയിൽപ്പെടുന്ന ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ എ ആണ് ബ്രൂണർ, വൈഗ്ഡോസ്കി, പിയാഷെ. അടുത്ത് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Which of the following sentences correctly uses an article? Option D. They stayed at a hotel near the sea. Identify the correct sentence with the proper subject-verb concord. Option B ആണ് ഉത്തരം Neither he nor his wife was there. Choose the correct preposition to complete the sentence. I am fond dash music. I am fond of music. Which of the following is a phrasal verb? Phrasal verb. Look into. Rewrite the sentences using the correct form of a gerund. To see is to believe. Option C. Seeing is believing. Which of the following is an example of determiner? Option C. Several. In which of the following sentences is the auxiliary verb correctly used? Option C. They have finished their duty. What are the fundamental abilities required for effective language learning? Option C.
acquiring listening, speaking, reading and writing skills. A great literary or artistic work is known as option D, magnum opus. The key objectives to build a strong foundation in communication skill is lower primary classes include only 2 and 3. Develop writing and speaking skills, improve listening and understanding. സഹരക്ഷകർത്തൃത്വം മെന്ററിംഗ് ലക്ഷ്യമാക്കുന്നത് എന്ത്? ഓപ്ഷൻ സി, വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിയും വ്യക്തിവികാസവും ഉറപ്പുവരുത്തുക. പുതുമലയാത്മതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതാര്? വള്ളത്തോളാണ്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത്? ധർമ്മപുരാണം. അധ്യാപക കഥകൾ രചിച്ചത് ആര്? അക്ബർ കക്കട്ടിൽ. 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ഏത്? ഓപ്ഷൻ ബി, ദ്വന്ദ്വൻ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം ഇവ തയ്യാറാക്കേണ്ടത് ആര്? അധ്യാപകർ. ആത്മകഥയ്ക്ക് ഒരാമുഖം എഴുതിയത്? ഓപ്ഷൻ ഡി, ലളിതാംബിക അന്തർജനം. നിന്നുപോയി എന്ന പ്രയോഗത്തിലെ പോയി എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് അനുപ്രയോഗം. സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി, നോം ചോംസ്കി. അവസാനത്തെ ചോദ്യം, സമ്പത്ത് പ്ലസ് രംഗം ചേർത്തെഴുതുമ്പോൾ ശരിയായ രൂപം ഏതാ? സമ്പത്ത് രംഗം. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്